വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എഡിൻഫോ. വിദ്യാഭ്യാസപരവും കരിയർ സംബന്ധവുമായ ഏറ്റവും നൂതനമായ വാർത്തകളാണ് എഡിൻഫോ നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കുന്നത്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോകൾ കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ രക്ഷിതാക്കളിൽ ഒരാൾ കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളവരാണോ? അത്തരം ആളുകളുടെ മക്കൾക്ക് കിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് IAS അക്കാദമിയുടെ UPSCയുടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കായി 2025-2026 വർഷത്തെ രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിരിക്കുന്നു. ഒരു വർഷം ദൈർഘ്യമുള്ള അക്കാദമിയിലെ 5ാമത് ബാച്ചിൻ്റെ അധ്യയനം ഈ വരുന്ന ജൂൺ ആദ്യവാരം ആരംഭിക്കാനിരിക്കുകയാണ്. കിലെ IAS അക്കാദമിയുടെ ഈ പരിശീലന കോഴ്സിലേക്ക് ചേരാനുള്ള അടിസ്ഥാന യോഗ്യതകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ബിരുദമാണ് ഈ കോഴ്സിലേക്കുള്ള അടിസ്ഥാന യോഗ്യത. എന്നാൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ഈ പരിശീലന കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഫീസ് 50,000 രൂപയാണ്. എന്നാൽ ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% സബ്സിഡിയിൽ പകുതി നിരക്കായ 25,000 രൂപ അടച്ചാൽ മതിയാകും. ഈ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ബിരുദധാരികളായ ആശ്രിതർ ബന്ധപ്പെട്ട ക്ഷേമ ബോർഡുകളിൽ നിന്ന് വാങ്ങിയ ആശ്രിതത്വ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിശദാംശങ്ങൾക്കും രജിസ്ട്രേഷനും കിലെ IAS അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾക്കായി അക്കാദമിയുമായി ബന്ധപ്പെടാവുന്ന നമ്പറുകളും ഡിസ്ക്രിപ്ഷനിൽ തന്നെ നൽകിയിരിക്കുന്നു. തൽപരരായ ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.